കഴിഞ്ഞപ്പോൾ ഈ സാഹചര്യത്തിൽ നിന്ന് മാറി പുള്ളിക്ക് ആദ്യം കിട്ടാതിരുന്ന ചെറിയ ഓർഡറുകൾക്ക് പകരം ആ ഓർഡറുകളെല്ലാം പോയി വലിയ വലിയ സാധ്യതകൾ തുറക്കുകയാണ്. കാരണം നമ്മളെ ചിന്തകൾ നമസ്കാരം. നമസ്കാരം. അലക്സാഞ്ചന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ജിനേഷ് പി സുകുമാരൻ സാറാണ്. സാറിൻ്റെ സ്ഥലം വയനാടാണ്. ആക്സസ് ബാർ ഫെസിലിറ്റേറ്ററും ട്രെയിനറും പ്രാക്ടീഷണറുമാണ്. അതുകൂടാതെ മൈൻഡ് പവർ ട്രെയിനറുമാണ് അല്ലേ? ഓക്കെ. അപ്പം സാർ വയനാട് നിന്ന് എത്തിയിരിക്കുന്നത് നമുക്ക് സാർ കുറേ നാളായിട്ട് ചെയ്തു പോകുന്ന ഹീലിംഗ് അല്ലെങ്കിൽ പഠിപ്പിച്ചു പോരുന്ന കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാനാണ്. അപ്പം ഈ ഒരു ഹീലിംഗ് പ്രാക്ടീസ് ചെയ്ത് ഇതൊരു വണ്ടർഫുൾ ടൂളാണ്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് പേർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അപ്പം ഇതിൽ നിന്നൊക്കെ സാറിന് മനസ്സിലായത് മനുഷ്യ ജീവിതത്തിലെ ഉദ്ദേശത്തെ പറ്റിയാണ്. അപ്പോൾ അതിന് ലക്ഷ്യം എന്തായിരിക്കും, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിൽ ജന്മം എടുത്തത്? നമ്മൾ ഭൂമിയിൽ ജന്മം എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മളെ കാര്യം. അതിനു വേണ്ടിയിട്ടാണ് ഓരോ മനുഷ്യ ജന്മവും പിറവിയെടുക്കുന്നത്. പല രൂപങ്ങളിൽ നമ്മൾ പിറവിയെടുക്കുന്നു എങ്കിലും എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. നമ്മൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നതിന് കൂടെ ഒരാൾക്ക് ഒരു സന്തോഷം പകരാൻ നമുക്ക് കഴിഞ്ഞാൽ അത് ഏറ്റവും മഹത്തരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ച് സന്തോഷം എന്ന് പറയുന്നത് ചിലർക്ക് നല്ല ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും സന്തോഷം, അല്ലെങ്കിൽ സിനിമ കാണുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരോടൊത്ത് എവിടെയെങ്കിലും കറങ്ങാൻ പോകുമ്പോഴായിരിക്കും. അപ്പോൾ ഓരോരുത്തർ സന്തോഷം കിട്ടുന്നത് പല രീതിയിലാണ്. പക്ഷേ സാറിനെ പോലൊരു വ്യക്തി ഇപ്പം ഈ ഒരു മേഖലയിൽ വന്നതുകൊണ്ട് ഇപ്പോൾ ഹീലിംഗ് വഴി എങ്ങനെയാണ് സന്തോഷവും സമാധാനം ലഭിക്കുക? ഹീലിംഗ് വഴി നമുക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുക എന്നുണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമുക്ക് ഈ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. എല്ലാ മനുഷ്യനും അവനവൻ്റെ ഉള്ളിൽ നിന്നാണ് സന്തോഷം. ഇപ്പോൾ പുറമെ ഇപ്പോൾ എന്ത് കാര്യങ്ങൾ നടന്നാലും നമ്മളെ സന്തോഷത്തെ കെടുത്താൻ ഈ ബാഹ്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും കഴിയില്ല. പക്ഷേ പലപ്പോഴും ആളുകൾക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ബാഹ്യമായിട്ടുള്ള പല കാര്യങ്ങളിൽ സ്റ്റക്കായിട്ട് അവരെ ഉള്ളിലുള്ള സന്തോഷം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇപ്പോൾ പ്രധാനമായിട്ട് ആളുകൾക്ക് മറ്റുള്ളവർ ഇപ്പോൾ നമ്മൾ സ്വയം ജീവിക്കുമ്പോൾ മറ്റാളുകൾ എന്ത് പറയുന്നു എന്നുള്ള, അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിലാണ് ആളുകൾ കൂടുതൽ അവരെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തുന്നത്. ഇപ്പോൾ വേറൊരാൾ നമ്മളെക്കുറിച്ചിട്ട് എന്തെങ്കിലും പറയുന്ന അവരെ ചിന്തയോ ഇതൊന്നും നമുക്ക് മാറ്റാൻ കഴിയില്ല. പക്ഷെ ആളുകൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് അവൻ്റെ ആ എനർജീനെയാണ് ഇല്ലാതെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എത്ര നമ്മൾ നല്ലത് പറയണമെന്ന് വിചാരിച്ച് ഇതൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും പുറമേ നിന്നുള്ള ആളുകളുടെ സംസാരങ്ങൾ വേറെ രീതിയിലായിരിക്കാം. പക്ഷെ അതിനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ എനർജി ലൂസ് ചെയ്തു പോകണം. അപ്പോൾ എന്താണോ എന്നിലുള്ള കഴിവ് അത് ഉപയോഗിച്ച് എനിക്ക് എന്തൊക്കെ ചെയ്യാം, ഇതിലേക്ക് എനിക്ക് എത്തിപ്പെടാനുള്ള ആ ഒരു സ്റ്റേറ്റിലേക്ക് നമുക്ക് വരാൻ നമ്മൾ ഇങ്ങനത്തെ ടൂളുകൾ വളരെയധികം സഹായിക്കും. ഇപ്പോൾ ആക്സസ് ബാർ ഒക്കെ പോയി നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ജീവിതത്തിൽ വേണ്ടത് അതിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലാവും. നമ്മളെ പുറമെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഇൻ കൺട്രോളും ഔട്ട് ഓഫ് കൺട്രോൾ രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇൻ കൺട്രോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ ഊർജ്ജത്തെ അതിലേക്ക് ഇതാക്കുമ്പോൾ നമ്മളെ ജീവിതത്തിൽ എന്താണോ നമുക്ക് വേണ്ടത് ആ സന്തോഷത്തിലേക്കും അൾട്ടിമേറ്റ് അതിൻ്റെ കോൺഷ്യസ്നെസ്സിലേക്കും നമുക്ക് എത്താൻ സാധിക്കും. അതാണ് ഏറ്റവും മഹത്തായ കാര്യം. അല്ലാണ്ട് അവരൊരു പല രീതിയിൽ പറയുന്ന കാര്യങ്ങളിലേക്ക് പോയിട്ട് നമ്മളെ ഊർജ്ജം അവിടെ ഇല്ലാതാവുന്നു. അവർ പറയുന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ അതിലേക്ക് ഒരിക്കലും ഫോക്കസ് ചെയ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് എന്താണോ നമ്മളെ ജീവിതത്തിന് വേണ്ടത് അതിൽ 100% നമ്മൾ പോകുക എന്നുള്ളതാണ്. ഓക്കെ. ഞാനിങ്ങനെ ഒരു കോട്ട് വായിച്ചിട്ടുണ്ട്. അതായത് ജീവിതം എന്ന് പറയുന്നത് നമ്മൾ എന്താണോ കാണുന്നതെന്നല്ല, അത് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ കാണും, പക്ഷെ അത് എങ്ങനെ നമ്മൾ കാണുന്നു, എങ്ങനെ വീക്ഷിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് അതിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കാണാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരുപാട് പേരും ചെയ്യുന്നൊരു കാര്യമാണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കാര്യങ്ങൾ മാറ്റി വയ്ക്കുക, നാളത്തേക്ക് മാറ്റി വയ്ക്കുക, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ അങ്ങനെ നീണ്ടു പോയിട്ട് അത് പലപ്പോഴും ഫലവത്താവാതെ ഇരിക്കും, അല്ലെങ്കിൽ അത് എഫക്റ്റീവ് അല്ലാതെ, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വരാറുണ്ട് പല കാര്യങ്ങളും. അപ്പം അതിനെ എങ്ങനെയാണ് ബാൾസ് സഹായിക്കുന്നത്? താങ്ക് യു, വെരി ഗുഡ് ക്വസ്റ്റ്യൻ മാം. പിന്നെ നമുക്ക് ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90% ആളുകൾക്കും ഉള്ളൊരു പ്രശ്നമാണ്. നമുക്ക് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഇവിടെയുള്ളൂ. ഒരാൾ ജന്മമെടുക്കുമ്പോൾ അവന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കഴിവുകളും കൂടിയിട്ടാണ് സൃഷ്ടിക്കപ്പെടുന്നത്. നമുക്ക് വേണ്ട കാര്യങ്ങൾ കണ്ടെത്താൻ അലസത, അത് മനുഷ്യന് എല്ലാവരിലും ഉള്ളൊരു കാര്യമാണ്. നമ്മളൊക്കെയാണ് അലസന്മാരായിട്ട് ചില കാര്യങ്ങൾ. ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്നുള്ളത്
ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം പലപ്പോഴും കുറച്ച് കഴിയട്ടെ എന്നുള്ള ചിന്തകൾ ആണ് വരുന്നത്. ഈ ചിന്തകൾ ആണ് നമ്മൾ അത് ലേസിനെസ്സിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. കാരണം ചെയ്യേണ്ടതാണ് നമുക്ക് അറിഞ്ഞാൽ പോലും നമ്മളത് നാളെ ആവട്ടെ അല്ലെങ്കിൽ പിന്നത്തേക്കായിട്ട് മാറ്റി വെക്കും. നമ്മൾ ബാസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ നെഗറ്റീവ് ഊർജ്ജങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്നും ബാസ് ചെയ്യുന്ന സമയത്ത് റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ബാസ് ചെയ്ത് നമ്മൾ ഇത് സമയത്ത് ഒരാളിൽ നിന്നുള്ള നെഗറ്റീവായിട്ടുള്ള ഊർജ്ജങ്ങളെല്ലാം നഷ്ടപ്പെട്ട് പോസിറ്റീവായിട്ടുള്ള ഊർജ്ജത്തിൻ്റെ ഒരു ഇത് അവരിൽ നിൽക്കുമ്പോൾ ഇത് ചെയ്യാനും നമ്മൾ ആ ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് എത്തും. നമുക്കപ്പോൾ ചെയ്യാൻ ഓക്കെ ഇന്നത്തെ കാര്യം ഞാൻ ഇന്ന് ചെയ്യേണ്ടത് മാറ്റി, എനിക്ക് ഈ ഒരു സമയം പിന്നെ നമുക്ക് കിട്ടില്ല. നമ്മൾ അവസരങ്ങളും ഇതൊക്കെ ജീവിതത്തിൽ ആ ഒരു സെക്കൻഡ് നമുക്ക് മുന്നിൽ വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ എത്ര മനോഹരമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് നമ്മളെ ജീവിതം. ഇന്ന് നമ്മളിൽ പലരും ഈ എത്തി നിൽക്കുന്ന ഇപ്പോൾ ഈ കാണുന്ന വ്യൂവേഴ്സിൽ പലരും പല ജീവിത സാഹചര്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ മുന്നേ ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റി വെച്ചതും അതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ റിപ്പീറ്റഡായിട്ട് വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്താണോ ഇന്നലെ ചെയ്ത് വീണ്ടും അത് തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഒരു 95% ചിന്തകളും അത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ മാറ്റിവെക്കൽ ശീലം കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോരുകയാണ്. അപ്പോൾ അവരെ ലൈഫിലൊരു പോസിറ്റീവ് റിസൾട്ട് ഈ ചിന്തയിലും ഈ ജീവിത രീതിയിൽ നിന്നും മാറാതെ ഒരിക്കലും ഉണ്ടാവില്ല. ആ ഇതിന്ന് മാറ്റം വരണമെങ്കിൽ അവർ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മളിപ്പോൾ ഒരു ബാസ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്ത്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയപ്പോൾ നമ്മളെ ക്ലാസ്സിൽ വന്ന് ഒരു ദിവസം വന്ന് ബാസ് റിസീവ് ചെയ്തു, ഓക്കെ സാറ് നമ്മൾ ചെയ്തു കൊടുത്തപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അത് കഴിഞ്ഞ് ഒരു വീട്ടിലേക്ക് പോയി. പിന്നെ അത് ഒരു 2-3 ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്ത് വീണ്ടും പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും മാറ്റം വരാൻ പോകുന്നില്ല. നമുക്ക് ലൈഫിൽ മാറ്റം വരണമെങ്കിൽ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ, നമുക്ക് അറിവ് പലതരത്തിലുണ്ടാവും, പക്ഷേ നമുക്ക് ആ തിരിച്ചറിവ് കിട്ടി നമ്മളതൊരു ഹാബിറ്റായിട്ട് കൊണ്ടു നടക്കണം. നമ്മളെ ജീവിതചര്യയായിട്ട് എല്ലാ ദിവസവും നമ്മളത് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ അതിൽ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ക്ലാസ് കേൾക്കുന്നു അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഹോർമോണൊക്കെ വരുന്നു, നമ്മൾ ആ സമയത്ത് ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് അടുത്തൊരു ഇൻസിഡൻറ്റിലേക്ക് പോകുമ്പോൾ വീണ്ടും നമ്മൾ ഈ പഴയ റോട്ടിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ഷനിൽ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ വൺസ് ഇത് നമുക്ക് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ദിവസവും ചെയ്യുന്നതോട് നമുക്ക് തന്നെ നമ്മളുടെ ഊർജ്ജ വ്യത്യാസം മനസ്സിലാവും. എന്ത് കാര്യവും 100% നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അതിൽ ഏറ്റവും ഫലമുള്ള ഇതിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോൾ ബാസാണ് എന്ത് ജീവിതത്തിൽ നിങ്ങൾ പഠിക്കുന്ന പല കാര്യങ്ങളായിരിക്കാം. ചിലർ ബാസായിരിക്കും, ആക്സസ് ബാസ് പഠിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ പ്രാണി ഹീലിംഗ്, മറ്റ് പലതരത്തിലുള്ള ഏത് എനർജി ഹീലിംഗ് ആണോ നിങ്ങൾ പഠിക്കുന്നത്, എല്ലാ ജീവിതത്തിലെ അൾട്ടിമേറ്റ് ഏറ്റവും സന്തോഷത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ടൂളുകളും ഉള്ളത്. എല്ലാ ടൂളുകളും നമുക്ക് എത്തുന്നത് നമ്മളതിൽ. അപ്പോൾ ഓരോരുത്തർക്ക് ആപ്റ്റായ കാര്യങ്ങൾ എടുത്ത് ഏത് തന്നെ നിങ്ങൾ പഠിച്ചാലും ഏറ്റവും ആത്മാർത്ഥമായിട്ട് നമ്മളെ 100% അതിലിട്ടിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മൾക്ക് ആ പ്രപഞ്ചത്തിൽ നിന്നുള്ള അനുഗ്രഹം വരും. അപ്പോൾ ഇത് ലിവ് ഇൻ ദ മൊമെന്റ് എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് വരുന്നത്. അതായത് ഈ നിമിഷം നമ്മൾ സന്തോഷമായിട്ട് ജീവിച്ചു പോവുക, നാളത്തെ കാര്യം നാളെ. അതെ, തീർച്ചയായിട്ടും അതന്നെ മാം. ഈ നിമിഷം നമ്മൾ അത് ലിവിങ് ദ മൊമെന്റ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ഇതാണ്. കാരണം അങ്ങനെ ഇരിക്കാൻ പലർക്കും കഴിയില്ല. നമ്മളിപ്പോൾ ഇരിക്കുകയാണ്, ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ബോധം നമ്മളിൽ വേണം. നമ്മൾ ഈ ചെയറിൽ ഇരിക്കുകയാണ്, ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിലാണ് നമ്മൾ അത്രയും പ്രസൻ്റായി നമുക്ക് ഇരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഗ്രേറ്റ്നസ്. ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരുന്നിട്ട് ആ കാര്യത്തോട് നമ്മൾ റിയാക്ട് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫിൽ എപ്പോഴും നല്ലത് സംഭവിച്ചു തുടങ്ങും. കാരണം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് അത്രയും കോൺഷ്യസ് ആയിരിക്കും. നമ്മൾ ഇരിക്കുന്നു അല്ലെ എന്ത് പ്രവൃത്തിയാണോ നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് പൂർണ്ണ ബോധത്തോടെ ഇരുന്ന് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ 100% റിസൾട്ട് ഉണ്ടാവും. മറ്റേത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴും തോട്ട് വേറെ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് റിസൾട്ട് ഉണ്ടാവില്ല. എന്ത് കാര്യമാണോ നമ്മൾ ചെയ്യുന്നത് ആ പ്രസൻറ്റ് മൊമെൻറ്റിലിരുന്ന് കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഇന്നതാണ് ചെയ്യുന്നതെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അതിലിരുന്ന് നമ്മൾ ചെയ്യുന്ന സമയത്ത് അബ്സല്യൂട്ടായിട്ടും 100% നമ്മൾ എഫോർട്ട് ഇടുക എന്നുള്ളതാണ് മാം. 100% നമ്മൾ എഫോർട്ട് ഇടുക, റിസൾട്ട് 100% പ്രപഞ്ചത്തിൽ നമുക്ക് ലഭിക്കും. അവിടെയാണ് ഈ മനസ്സെന്ന് പറയുമ്പോൾ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെയാണ് പായുന്നത്. അപ്പോൾ ഇങ്ങനെ ബാഴ്സ് റൺ ചെയ്ത് അല്ലെങ്കിൽ പഠിച്ചു കഴിയുമ്പോൾ നമുക്കത് നിരന്തരമായ പ്രാക്ടീസിലൂടെ നമുക്ക് ഒരു കടിഞ്ഞാണിടാൻ സാധിക്കുന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. ഈ മൊമെന്റിൽ ഇപ്പം ചിന്തിക്കുകയാണ്, ഇന്ന് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷെ ആ ഒരു ദിവസം ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ പൂർത്തിയാക്കാൻ പറ്റിയെന്ന് വരില്ല. അത് നാളത്തേക്ക് മാറിപ്പോയി എന്ന് വെച്ച് വിഷമിക്കാനും പാടില്ല. ഇല്ല, നമ്മളിപ്പോൾ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ എടുത്തു, എന്തെങ്കിലും ഒരു കാര്യം വിട്ടുപോയി എന്ന് വെച്ചിട്ട് നമ്മൾ അത് ചിന്തിച്ചിരിക്കരുത്. കാരണം നമുക്ക് ഒരു കാര്യം വിട്ടുപോയാൽ നമ്മളെ നമ്മൾ ഇഷ്ടപ്പെടണം.
സെൽഫ് ലവിൻ്റെ ഒക്കെ പ്രാധാന്യം വരുന്ന അവിടെയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മളോട് നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാവണം. നമ്മളിൽ എന്തൊക്കെ ഉണ്ടോ അതേ നമുക്ക് പുറത്തൊരാൾക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ലൈസൻസ് എന്തെങ്കിലും ഒരു കാര്യം നമ്മളൊരു ചെയ്യേണ്ട കാര്യം ജസ്റ്റ് ഒന്ന് മറന്നുപോയി എന്ന് വെച്ചിട്ട് അയ്യോ ഞാൻ അങ്ങനെ ചെയ്തില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ ആ തോട്ടുകൊണ്ട് പിന്നെ ഉള്ള ആ മൊമെന്റ് അവിടെ കഴിഞ്ഞു. പക്ഷെ പിന്നെയും ആ കാര്യത്തെ ഓർത്തിട്ട് വരുന്ന സമയം കൂടി നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയും. ലൈഫിൽ പലപ്പോഴും പലർക്കും പല മിസ്റ്റേക്സുകളും ഇതൊക്കെ പറ്റിയിട്ടുണ്ടാവും, അറിഞ്ഞോ അറിയാമോ. ചിലപ്പോൾ നമ്മുടെ സെൽഫായിട്ടുള്ള മിസ്റ്റേക്ക് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ വേറെ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ എന്തെങ്കിലും പല വീഴ്ചകളും ലൈഫിൽ എല്ലാവർക്കും സംഭവിക്കും. പക്ഷെ അത് ആ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു. എന്തെങ്കിലും ഒരു സെക്കൻഡിൽ ഇപ്പോൾ ഒരാൾ നമ്മളൊരു അടിച്ചു അല്ലെങ്കിൽ ഒരു വഴക്ക് പറഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞു. പക്ഷെ നമ്മളിതെന്താക്കും, ഇത് എടുത്ത് ഷോൾഡറിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. പിന്നെ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരോട് ഒരു പ്രാവശ്യം പറയുന്നു, വീട്ടിലെത്തിയ വൈഫിനോട് പറയുന്നു, അല്ലെങ്കിൽ അച്ഛനോട് പറയുന്നു, അമ്മേനോട് പറയുന്നു, സുഹൃത്തുക്കളോട് പറയുന്നു. ആ ഒരു സെക്കൻഡിലെ ഇൻസിഡൻറ്റ് നമ്മൾ എത്ര പ്രാവശ്യം റിപ്പീറ്റായിട്ട് ആ ഒരു കാര്യത്തെ ചിന്തിക്കുന്നു എന്നുള്ളത് എല്ലാവരും അതേപോലെയാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, ലൈഫിലെ എല്ലാ കാര്യവും അങ്ങനെയാണ്. നമുക്ക് ചെറിയ ഇത് പറ്റിയിട്ടുണ്ടെങ്കിൽ അതവിടെ ആ മൊമെൻറ്റിൽ അത് തീർന്നു. പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മളതിനെ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. അത് ആ സാഹചര്യം കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയി. അതിനെ ഓവർകം ചെയ്യാനുള്ള ലൈഫ് നമുക്ക് മുന്നിലുണ്ട്. ഈ മൊമെൻറ്റിൽ അതിനെ ഏത് രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ള ചിന്ത അതാണ് നമ്മൾ കോൺഷ്യസ്നെസ്സിലേക്ക് വരുമ്പോഴുള്ള ഇത്. ഒരു മിസ്റ്റേക്ക് പറ്റി അത് എങ്ങനെ തിരുത്താമെന്ന് ബോധപൂർവ്വം നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനുള്ള ആക്ഷൻ നമ്മൾ ഇടുമ്പോൾ എന്താവുന്നു, അവരുടെ ലൈഫിൽ ആ റിസൾട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഈ തോട്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് കോൺഷ്യസ്നെസ്സിലേക്ക് നമുക്ക് കിട്ടും. അത് ചിന്തിക്കാൻ വരുമ്പോഴേ അത് ചിന്തിക്കേണ്ട, അത് ഇന്നത് ഓക്കെ അതവിടെ കഴിഞ്ഞു, ഇനി ആ മൊമെൻറ്റിനെ കുറിച്ച് ഞാൻ ചിന്തിക്കരുത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയരുത്. കാരണം ഈ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നതാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുക എന്നുള്ളത്. ഇപ്പോൾ ആക്സസ് ബാറിലാണെങ്കിലും നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ കുറേ അഫർമേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ അഫർമേഷൻസ് ഒക്കെ നമ്മൾ അതിലൊക്കെ പറയുന്നതാണ് പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ ഈ അഫർമേഷൻസ് പറയുന്നതും പ്രസൻറ്റ് മൊമെൻറ്റിനെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മണീനെ കുറിച്ചായിക്കോട്ടെ, ലോ ഓഫ് അട്രാക്ഷൻ പോലെയുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. ഇതിലെല്ലാം പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. കാരണം പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ അഫർമേഷൻസ്, ഈ വാക്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നത്. അത് പറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ബോധതലത്തിലും ബോധ മനസ്സിലും ഉപബോധ മനസ്സിലൊക്കെ ഇതിനെ നമ്മൾ കോൺഷ്യസ്ലി പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്തോറും അത് നമ്മളെ ലൈഫിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ നമ്മൾ അതിനുള്ള ആക്ഷനും കൂടി, ഇത് പഠിച്ചത് നമ്മൾ വെറുതെ ജസ്റ്റ് ചിന്തിക്കുക പറയുക മാത്രമല്ല, ആക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആക്ഷൻ ഇല്ലാണ്ട് ഒരു കാര്യങ്ങളുണ്ട്. നമ്മൾ എത്ര ചിന്തിച്ചിട്ട് കൊണ്ട് മാത്രം ലൈഫിലൊരു മാറ്റം ആർക്കും വരില്ല. ചിന്തിക്കുന്ന കാര്യങ്ങൾ അത്രയും മനോഹരമായിട്ട് നമ്മളത് ചെയ്യാൻ ഇഷ്ടത്തോടെ, നമ്മളോടുള്ള സെൽഫ് ലവ് ഒക്കെ ഉള്ള ആളുകൾക്ക് എപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോൾ ഒരു ഇഷ്ടത്തോടെ ചെയ്യുള്ളൂ. പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരിക്കാൻ പറ്റും. മെഡിറ്റേഷൻ ഇരിക്കുകയാണെങ്കിലും ആ ഒരു 100% ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ഏത് സാഹചര്യത്തിലും ആ ശാന്ത ഇതിലിരുന്ന് നമുക്ക് കാര്യങ്ങളെ ഓവർകം ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു കഴിവ് നമുക്ക് കിട്ടും. ആ ഒരു എനർജി നമുക്ക് പ്രപഞ്ചത്തിൽ നിന്ന് നമ്മളറിയാതെ നമ്മളിലേക്ക് ആ ഊർജ്ജം വന്നു ചേരുമാണ്. അതൊരു വലിയൊരു സത്യമാണ്. അതിനെ ഉൾക്കൊള്ളുക, നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് ജീവിതത്തിൽ വലിയൊരു വിജയത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതുപോലെ എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി നമ്മൾ എന്താ പറയുക സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരും, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ IQ-നേക്കാളും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള പലപ്പോഴും EQ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഇമോഷണൽ കോഷ്യന്റ്. നമ്മൾ ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും വെറുപ്പാണെങ്കിലും സ്നേഹമാണെങ്കിലും അല്ലെങ്കിൽ എമ്പതി ആയിക്കോട്ടെ, അപ്പോൾ ഇതെല്ലാം ബാലൻസ് ചെയ്ത് നിർത്തുന്നുള്ളൂ. പലർക്കും അമിത ദേഷ്യം എന്താ പറയുക, ദേഷ്യം ഭയങ്കരമായിട്ട് വന്നിട്ട് എനിക്ക് എപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഇതിൽ ഏറ്റവും വലിയ പ്രോബ്ലം അല്ലെങ്കിൽ വീക്ക്നെസ് എന്ന് പറയുന്നത് അമിത ദേഷ്യമാണ്. അത് കഴിയുമ്പോഴത്തേക്കും പല കാര്യങ്ങൾ കൈവിട്ടു പോകും. അപ്പം ഇതൊരു ഇമോഷണൽ ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് ഈ ദേഷ്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വ്യക്തി ഒരു ദേഷ്യക്കാരനായതുകൊണ്ടാവില്ല, ചിലപ്പോൾ ഒരു നിസ്സഹായ അവസ്ഥ അല്ലെങ്കിൽ ഹെൽപ്ലെസ്നെസ് കൊണ്ടാണ് സംഭവിക്കുന്നത്, അല്ലാതെ വേറെ തെറ്റുകളായിരിക്കില്ല. അപ്പോൾ ഇതെങ്ങനെ ഈ ഇമോഷൻസിനെ ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റും? ഇമോഷൻസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ഇമോഷൻസ് എല്ലാം പ്രാധാന്യമുണ്ട്. നമ്മൾ ദേഷ്യമായിക്കോട്ടെ സങ്കടം ആയിക്കോട്ടെ, നമ്മൾ ദേഷ്യം വന്നാലും നമ്മൾ ശരിക്കും പലപ്പോഴും ചിലപ്പോൾ കരയാറുണ്ട്. പക്ഷേ നമ്മൾ കരയുന്ന സമയത്ത് നമ്മൾ ചുറ്റിലുള്ള ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. നമ്മളെ ചുറ്റിലുള്ള ഒരാളെ ആ ദേഷ്യം എന്ന വികാരം നമ്മളിൽ വന്നാലും അതുപോലെ ആയിരിക്കണം. പക്ഷേ എന്നാൽ ദേഷ്യം നമുക്കുള്ള ഫീലിങ്ങുകളെല്ലാം നമ്മളത് കരയുന്നതാണെങ്കിൽ കരയണം, ചിരിക്കണം, സന്തോഷിക്കണം. ദേഷ്യം എന്ന വികാരം ആ രീതിയിൽ നമ്മളത് ആ സെയിം പ്രൊപ്പോർഷനിൽ നമുക്കത് ചെയ്യാൻ കഴിയാന്നുള്ളതാണ്. ദേഷ്യപ്പെടേണ്ട ആശ്ചര്യത്തിൽ ചെറിയതായി ദേഷ്യപ്പെടണം. പക്ഷെ അത് നമ്മൾ മറ്റൊരാളെ എന്താ പറയുക വേദനിപ്പിക്കുന്ന രീതിയിലോ ഇതാക്കാനുള്ള ഷൗട്ട് ചെയ്യാനോ ഒന്നുള്ള അധികാരം ഈ ലോകത്ത് നമുക്ക് ആർക്കുമില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ദേഷ്യപ്പെടാനുണ്ടായ ആ കാരണം എന്താണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
അല്ലാതെ നമ്മൾ ഓവർ ഷൗട്ട് ചെയ്ത് നമ്മളെ എനർജീനെയും കളയേണ്ട കാര്യമില്ല. ഒരു സമയം നമ്മൾ ജസ്റ്റ് ദേഷ്യപ്പെടുന്ന സമയത്തൊക്കെ നമ്മൾ ഉണ്ടാകുന്ന സ്ട്രെസ് ഹോർമോണുകൾ വളരെയധികം വർദ്ധിച്ചിട്ടാണ് നമ്മളത് ഇതാവുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങൾ വരുമ്പോഴും കോൺഷ്യസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ നമുക്ക് ആ ബോധം വരും. നമുക്ക് ഓവർ റിയാക്ട് ചെയ്യില്ല. നമ്മൾ എന്നാൽ ദേഷ്യം പറയേണ്ട സമയത്ത് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ മക്കളോടായാലും അല്ലെങ്കിൽ സുഹൃത്തുക്കളോടായാലും പറയേണ്ട കാര്യങ്ങൾ ദേഷ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കൊരു നോട്ടത്തിലൂടെ നമ്മളെ മൊമെൻറ്റ് മാറിയാൽ അത് മനസ്സിലാക്കാൻ കഴിയുമേ. അത്രയും പ്രകടിപ്പിച്ചാൽ മതി, അത് മനസ്സിലാകാൻ ആളുകൾക്ക് അത്രയേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഓവർ ഷൗട്ട് ചെയ്താക്കൊന്നും വേണ്ട. നമുക്കൊരാളെ മറ്റു തരത്തിൽ ഹാനിക്കുന്ന രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ കരയുന്ന പോലെ തന്നെയാണ് നമുക്ക് വരുന്ന ബാക്കി ഇമോഷൻസ്. അത് വേറൊരാളെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു പോകാനോ അവരെ വേദനിപ്പിക്കാനോ പാടില്ല ആ രീതിയിൽ. അപ്പോൾ ഈ ബാസൊക്കെ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇതിലൊക്കെ നമുക്കൊരു സെൽഫ് കൺട്രോൾ വരും. തീർച്ചയായിട്ടും നമ്മളെയൊക്കെ ലൈഫിൽ നമ്മളെ ലൈഫിനെ ലീഡ് ചെയ്യുന്ന ഇതാണ് മാം. സെൽഫ് ലവ് ഉള്ള ഒരാൾക്ക് മാത്രമേ നമുക്ക് നമ്മളോട് സ്നേഹം ഇല്ലെങ്കിൽ ഈ ലോകത്ത് നമ്മൾക്ക് ആരോടും സ്നേഹം ഉണ്ടാവില്ല. നമ്മൾ എത്ര ഇഷ്ടപ്പെടുന്നു, നമ്മളെ എത്ര സ്നേഹിക്കുന്നു, നമ്മളെ ഇഷ്ടപ്പെട്ടില്ല ഈ ലോകത്ത് നമ്മളെ വേറെ ആരും ഇഷ്ടപ്പെടില്ല. അപ്പം നമുക്ക് നമ്മളോട് നല്ല ഇഷ്ടവും സ്നേഹമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ ആ സെൽഫ് ലവ് ഉള്ള ആളുകൾ ഈ വേണ്ടാത്ത രീതിയിലുള്ള കാര്യങ്ങളിലേക്കൊന്നും പോവില്ല. ജസ്റ്റ് തീർച്ചയായിട്ടും ജീവിതത്തിൽ വളരെയധികം നമുക്ക് മുന്നേറാൻ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു മിറാക്കിളാണ്. ആ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു മിറാക്കിള് നമ്മിലേക്ക് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ. നമ്മളൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്തതാണ്. ആദ്യമായിട്ട് ബാസ് പോയി റിസീവ് ചെയ്തു, അതിനുശേഷം അത് പഠിച്ചു. ഇന്നിപ്പോൾ പഠിപ്പിക്കുന്ന ഈ ഒരു സാഹചര്യങ്ങളിലേക്ക് എത്തിയത് എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായ ഗുണങ്ങൾ കൊണ്ട് മാത്രമാണ് ഞാൻ. കാരണം നമുക്ക് എപ്പോഴും നമ്മളെ മനസ്സിനെ ശാന്തമായിട്ട് നിർത്താൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു ഓവർ തിങ്കിങ്ങോ അങ്ങനത്തെ സ്ട്രെസ് ഒന്നും നമുക്കില്ല. ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളും വരും. ജീവിതം എപ്പോഴും ഒറ്റൊരു പാത ആരും പോകില്ല. കാരണം നമ്മളെ ECG തന്നെ കണ്ടില്ല ഇങ്ങനെയാണ്. കാരണം ഇതിങ്ങനെ നേരെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഡെഡായി. അപ്പോൾ ചലഞ്ചസ് ലൈഫിൽ വരും. പക്ഷേ എന്ത് ചലഞ്ചസ് വന്നാലും നമുക്കതിന് ഏറ്റവും സ്മൂത്തായിട്ടും വളരെ ഈസി ആയിട്ടും ഒക്കെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യുന്നു ഒരു ചലഞ്ച് നമ്മളെ ലൈഫിൽ വരുമ്പോൾ അതിനോട് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ഏത് രീതിയിൽ അതിനെ ഒരു സൊല്യൂഷൻസിലേക്ക് നമ്മൾ പെട്ടെന്ന് എത്തുമ്പോൾ അത് നമുക്ക് ഒരു ബോധം വരും. ഒരു ഇൻഡ്യൂഷൻ ആയാലും നമ്മളെ ഉള്ളിൽ നമുക്ക് കിട്ടും അത് ഇന്നതുപോലെ ചെയ്താൽ മതി. പക്ഷെ അത് നമ്മൾ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുക. ബാക്കിയൊക്കെ നമുക്ക് പ്രപഞ്ചം നമുക്ക് തരും, യൂണിവേഴ്സ് നമുക്ക് തരുന്നതാണ്. നമ്മൾ അങ്ങനെയുള്ളൊരു കോസ്മിക് ഇതിലേക്ക് നമ്മൾ കണക്റ്റഡ് ആവുകയാണ്. നമ്മൾ ആക്സസ് ബാർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ഹീൽ ചെയ്യുമ്പോഴൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അതായത് നമ്മൾ നന്ദി ഉള്ളവരായിരിക്കുക. അപ്പോൾ നന്ദി പറയുന്തോറും നമുക്ക് അനുഗ്രഹങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഈ ആക്സസ് ബാറുമായിട്ട് ചേർന്ന് പറയാനുള്ളത്? തീർച്ചയായിട്ടും മാം, ജീവിതത്തിൽ നന്ദി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ജീവിതത്തിൽ നന്ദിയുള്ള ആളുകൾക്ക് മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ കഴിയുള്ളൂ. നമ്മളെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആളുകൾ കാണുന്ന ഈ ചലഞ്ചസൊക്കെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മയാണ്. അപ്പോൾ നമ്മൾ ആക്സസിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് തന്നെ പറയാറുണ്ട്. കാരണം നമ്മളിപ്പോൾ ഇന്ന് ഏത് സാഹചര്യങ്ങളിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും നമുക്ക് ഇന്നത്തെ ദിവസം നമ്മൾ രാവിലെ ഉറങ്ങി എണീറ്റിട്ടുണ്ടെങ്കിൽ നന്ദി കാരണം ഒരു ദിവസം ഏകദേശം 1.5 ലക്ഷം, അത് കറക്റ്റല്ല എന്നാലും 1.5 ലക്ഷത്തോളം ആളുകൾ മരണപ്പെടുന്നുണ്ട്. നമുക്ക് ഒരു ദിവസം ഉറങ്ങി എണീറ്റ് രാവിലെ കിടക്കയിൽ എണീക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് നമുക്ക് ആദ്യത്തെ നന്ദി പറയാം. പിന്നെ നമുക്ക് കാലുകൾ ഇന്നിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് നമുക്ക് ഇത് കേട്ടോണ്ടിരിക്കാനും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന, നമ്മൾ ഏത് ചലഞ്ചസിൽ പോവുകയാണെങ്കിലും നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ള അനുഗ്രഹങ്ങളായിരിക്കും കൂടുതൽ. ഏതൊരു മനുഷ്യൻ്റെ ലൈഫ് എടുത്തിട്ട് അവൻ്റെ ചലഞ്ചസ് കാര്യങ്ങളും ഇപ്പോഴത്തെ നമുക്ക് കിട്ടിയ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുകയാണെങ്കിൽ നമുക്ക് നന്ദി പറയാനുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ. അത് ഒരു ആയിരക്കണക്കിന് നന്ദി ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു 10 or 20 ഒക്കെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ആരും നമ്മൾ ഒരു പേപ്പർ എടുത്ത് എഴുതി നോക്കുക, നമുക്ക് എന്തൊക്കെയാണ് നമ്മളെ ഇത്ര ഇതാക്കുന്ന കാര്യങ്ങൾ, നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ട് എന്നുള്ളത് ഇപ്പുറം ഇതാക്കുക. ഈ ഒരു പേജ് നമുക്ക് എഴുതിയാലും തീരില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ ആ ഒരു കാര്യം പറയുന്നതിന് പകരം ഇപ്പുറം കംപ്ലൈൻറ്റ് മോഡാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു ജീവിതത്തിൽ രാവിലെ എണീറ്റ് നമ്മൾ നന്ദി പറയുന്നതിന് മുന്നേ ഒരു ഫോൺ എടുത്തു കഴിഞ്ഞ് അതിലെന്തെങ്കിലും ഒരു മെസ്സേജോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ, അല്ലെങ്കിൽ കിച്ചണിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ നമ്മളിത് അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് രാവിലെ എണീക്കുന്ന ഒരു 5 മിനിറ്റ് നേരം ഇരുന്ന് നമ്മൾ നന്ദി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ നന്ദി പറയുന്തോറും അനുഗ്രഹങ്ങൾ കൂടിക്കൊണ്ടുവരും. അത് പ്രപഞ്ച സത്യമാണ്. നമ്മൾ എന്തിനൊക്കെ നന്ദി അർപ്പിക്കുന്നവരെ ജീവിതത്തിൽ വലിയ നിലയിൽ എത്തിയിട്ടുള്ളൂ. എപ്പോഴും നമ്മളെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിൽ പോവുകയാണെങ്കിലും
ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് എപ്പോഴും കൂടെ കൊണ്ടുനടക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് തീർച്ചയായിട്ടും നമ്മളിത് പഠിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്ന ബാസ് ഓപ്പൺ ആവും. നമുക്കിപ്പോൾ ഈ 32 ബാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ചലഞ്ചസ്, റിലേഷൻഷിപ്പിലുള്ള ഇത്, ഗ്രാറ്റിറ്റ്യൂഡ്, കൈൻഡ്നസ്, ഇതെല്ലാം ഈ 32 പോയിന്റ്സ് കുറിച്ച് ഓൾറെഡി മാം പറഞ്ഞിട്ടുള്ളതാണ്, അറിയുന്നതാണ്. എന്നാലും ഇതെല്ലാം നമുക്ക് റൺ ചെയ്യുന്ന സമയങ്ങളിൽ ഇതെല്ലാം നമ്മൾ അറിയാതെ വരും. നമ്മളിപ്പോൾ ഒരു സെൻസ് ഇവിടെ അനങ്ങാതെ കിടക്കുന്ന ഒരു സ്ഥലത്ത് നമ്മളൊരു ഭയങ്കര ഫെദർ ടച്ചാണ്, അത് ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബാസ് റണ്ണാവുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അവയർനെസ് കിട്ടുക എന്നുള്ളതാണ്. എല്ലാ ഇതിലും നമ്മളെ ഡെഡായി കിടക്കുന്ന ഒരു സെല്ല് അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നമ്മൾ ബാസ് റണ്ണായി കഴിയുമ്പോൾ ഇതാവും. അതുകൊണ്ടാണ് ചെറിയ കുട്ടികൾ ഒരു 10 വയസ്സിന് മുകളിലുള്ള ആർക്ക് വന്നു കഴിഞ്ഞാൽ ബാസ് ഈസി ആയിട്ട് വേൾഡ് വൈഡ് ഇത് 1 ഡേ ക്ലാസ്സാണ്. ആർക്കും ഒരു ദിവസം കൊണ്ട് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഏറ്റവും അമേസിങ് ആയിട്ടുള്ളൊരു ടൂളാണ്. അപ്പോൾ അത് നമ്മൾ ഈസി ആയിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് വ്യക്തിപരമായ ജീവിതത്തിലായാലും ബിസിനസ് ആയാലും അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിലായാലും ഒക്കെ നമുക്ക് ഈ ബാൾസ് റൺ ചെയ്യുന്നതിലൂടെ മാറ്റങ്ങൾ സംഭവിക്കാം അല്ലെ? അങ്ങനെയാണ് തീർച്ചയായിട്ടും. അത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി എങ്ങനെ ഇരിക്കുന്നോ അതിനനുസരിച്ചാണ് അവരുടെ ബിസിനസ് ഇരിക്കുക. ഒരു വ്യക്തിക്ക് പല ചലഞ്ചസും ഉണ്ടെങ്കിൽ അവരുടെ ബിസിനസ്സിലോ ചലഞ്ചസ് നേടിക്കും. അത് ആരെ എടുത്തു നോക്കിയോ, ഇപ്പോൾ ഒരു പോകുന്ന സമയത്ത് ഏത് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അപ്പോൾ ഈ വ്യക്തിപരമായിട്ടുള്ള നമ്മളെ ഈ തോട്ട്, ബിലീഫ് സിസ്റ്റം, ഇതൊക്കെയാണ് നമ്മളെ ബിസിനസ്സിനെ ലീഡ് ചെയ്യുന്നത്. ഒരാൾ ഇതൊക്കെ ചെയ്ത് നേരെ പോയി ബിസിനസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ ഇയാൾ റിപ്പീറ്റ് ചെയ്യുന്നതും അയാളെ ചിന്തകളും അല്ലെ പ്രവൃത്തികളൊക്കെ ഇതാണ്. പക്ഷേ ബിസിനസ്സിൽ നമുക്ക് വരുമ്പോൾ ഇത് സെൽഫ് ആയിട്ടുള്ള ഇതുണ്ടാകുമ്പോൾ, അവയർനെസ് ഉണ്ടാകുമ്പോൾ ബിസിനസ്സിലും അതിൻ്റെ ഉയർച്ച അവർക്ക് ഉണ്ടാകും. കാരണം ഈ ബാസ് റണ്ണാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബിസിനസ്സിൽ പുതിയ സാധ്യതകൾ, അതുവരെ ബിസിനസ്സിലുണ്ടായിരുന്ന ചലഞ്ചസൊക്കെ മാറുന്നത് അവർക്ക് മനസ്സിലാവും. ഇത്ര നാൾ ഇതുണ്ടായിരുന്നു. പക്ഷേ ശരിക്കും അവിടെ സംഭവിക്കുന്നത് നമ്മളുള്ളിൽ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മളെ ചുറ്റുമുള്ള ലോകം മാറുക എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ബാസ് ചെയ്യുന്നതിലൂടെ വളരെയധികം മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ഞാൻ ഇപ്പോൾ ത്രൂ ഔട്ട് കേരളം മൊത്തം ക്ലാസ് എടുക്കുന്നുണ്ട്. പുറത്തിപ്പോൾ ദുബായൊക്കെ പോയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മളെ ക്ലാസ്സിൽ വന്ന ഒരാൾ വെച്ചാൽ പുള്ളീൻ്റെ ബിസിനസ്സിൽ ഫിനാൻഷ്യലായിട്ടും മറ്റ് ആളുകളുടെയൊക്കെ ആയിട്ട് ഭയങ്കര ചലഞ്ചസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ വേറെ ഇങ്ങനെ ആളുകൾ പറഞ്ഞിട്ടാണ് ദുബായ് ചെയ്യുന്ന സമയത്താണ് പുള്ളി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരുന്നത്. അവിടുന്ന് ഞങ്ങൾ ഒരാഴ്ചത്തോളം ഉണ്ടായിരുന്നു. അത് എൻ്റെ അടുത്ത് വന്ന് സെഷൻ എടുത്തു. അതിനുശേഷം പുള്ളി പഠിച്ചു. ഇന്ന് ഇപ്പോൾ അവരെ ബിസിനസ്സിൽ ഉണ്ടായിരുന്ന ചലഞ്ചസ്, അതേപോലെ കുറേ വ്യക്തികളല്ലാത്ത കുറേ ചലഞ്ചിലുണ്ടായിരുന്നു. ബാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ സാഹചര്യത്തിൽ നിന്ന് മാറി പുള്ളിക്ക് ആദ്യം കിട്ടാതിരുന്ന ചെറിയ ഓർഡറുകൾക്ക് പകരം ആ ഓർഡറുകളെല്ലാം പോയി വലിയ വലിയ സാധ്യതകൾ തുറക്കുകയാണ്. കാരണം നമ്മളെ ചിന്തകളും ഇതും മാറുമ്പോൾ പ്രപഞ്ചം നമ്മൾ ഒരു മൈൻഡ് സെറ്റ് തന്നെ മാറുന്നു. നമ്മൾ ഇത്ര ചിന്തിച്ചോടും നമ്മൾ കുറച്ച് വലുതായി നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനുള്ള സാഹചര്യം പ്രപഞ്ചം നമുക്ക് ഒരുക്കി തരും. ഒന്നില്ല ആ ഉള്ള സ്ഥലത്തുനിന്ന് മാറും, അല്ലെങ്കിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരും. പക്ഷെ അത് തിരിച്ചറിയാനുള്ള അവയർനെസ് നമുക്കുണ്ടാവും. ഈ ബാസ് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ബിസിനസ്സിലുള്ള വലിയൊരു ഇതിലേക്ക് നമുക്ക് എത്തുമ്പോൾ പുള്ളീൻ്റെ ലൈഫ് തുറന്നു വരും. തീർച്ചയായിട്ടും നമ്മളെല്ലാം ഇൻഫിനിറ്റ് ബീയിങ് ആണ് മാം. അപ്പം നമുക്ക് ഈ പ്രപഞ്ചത്തിൽ അനന്തമായ സാധ്യതയാണുള്ളത്. പ്രപഞ്ചത്തിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വന്നതും അതിന് വേണ്ടിയിട്ടാണ്. ഒരു കടലിലായിക്കോട്ടെ, ഒരു വൃക്ഷമായിക്കോട്ടെ, അതിൻ്റെ ഏറ്റവും ഫലവും ഇത് കഴിച്ചിട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത്. അതുപോലെ ഓരോ മനുഷ്യനും അവൻ ഏറ്റവും ഇതാവുന്ന രീതിയിൽ വളരാനുള്ള എല്ലാ സാഹചര്യവും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഒരാൾക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തത്രയും ചലഞ്ച് ഒരിക്കലും പ്രപഞ്ചം ഇട്ട് തരില്ല. ഒരാൾക്ക് എത്ര കപ്പാസിറ്റി ഉണ്ടോ അയാൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അനുഗ്രഹങ്ങളും ചലഞ്ചസും അയാൾക്ക് വരുള്ളൂ. അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ വിശാലമായിക്കൊണ്ടിരിക്കുന്നോ അതിനനുസരിച്ച് നമ്മളെ ഇതും മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ ലെവലിലേക്ക് നമുക്ക് വളരാൻ കഴിയും. ഒരാൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും ചലഞ്ചസ് ആണ് വരുന്നതെങ്കിലും എന്നിട്ട് ചിലർ ആത്മഹത്യയിലേക്ക് പോകുന്നത് എനിക്ക് തോന്നുന്നു തൻ്റെ കഴിവ് തിരിച്ചറിയാത്തതുകൊണ്ടോ തൻ്റെ ആ ഒരു കപ്പാസിറ്റി അറിയാൻ. തീർച്ചയായിട്ടും മാം, അത് വലിയ പല ആളുകളും ചലഞ്ചസ് അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ചലഞ്ച് അല്ല ഇത് വരുമ്പോൾ അതോടുകൂടി നമ്മളെ ജീവിതം അതൊന്നും അല്ല. അതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്താണ് നമ്മളെ സാധ്യത. നമ്മൾ ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ചം മുഴുവൻ നമുക്കുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് കാണാനും ആ ഒരു ഉള്ളിലേക്ക് നോക്കാം, ആ ബോധത്തിലേക്ക് നമ്മൾ വരും. അത് വരുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാനും ഇതല്ല എനിക്ക് ഇനി ഇതിലും കൂടുതൽ ചെയ്യാൻ. പലർക്കും ചില ആളുകൾ ചെറിയൊരു ജോലിയിൽ നിൽക്കുന്ന ആൾ ഇപ്പോൾ ക്ലാസ്സിൽ വന്ന് ഒരു കടയിൽ ഒരു ചെറിയ നമ്മളെ ക്ലാസ്സിൽ വന്നതാണ് ഒരു കടയിൽ ജോലിക്ക് നിന്ന പയ്യനായിരുന്നു. അവൻ്റെ ചിന്തകളും ഇതും ഭയങ്കര വലിയതായിരുന്നു. കാരണം സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങണം, ഇങ്ങനെയുള്ള സാഹചര്യമായിരുന്നു. പക്ഷേ ഈ കടയിൽ ഇവൻ എന്നും ബുദ്ധിമുട്ടുകളായിരുന്നു. അങ്ങനെ ബാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവനെ കടയിൽ നിന്ന് പുറത്തു പോകാനുള്ള ഒരു സാഹചര്യം വരികയാണ് കടയിൽ നിന്ന്. പക്ഷേ അപ്പോഴാണ് അവന് മനസ്സിലായത്. അതിൻ്റെ മുന്നേയാണ് അവനതിനെ കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ആ സാഹചര്യം പുറത്തു പോയതുകൊണ്ട് ഇന്നവൻ സ്വയം ഒരു എൻ്റർപ്രണറായിട്ട്
സ്വന്തമായിട്ട്, കാരണം ഒരു ജോലിയിൽ നിന്ന് അപ്പോൾ അവൻ്റെ ആ വിശാല മനസ്സ് പ്രപഞ്ചം അതിനുള്ള സാധ്യത വന്നു. കാരണം നമുക്ക് ഇത് ചിലപ്പോൾ നമ്മളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതാണ് എന്തിനാണ്, നമ്മൾ പുതിയൊരു വലിയ തലത്തിലേക്ക് എത്താനാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബോധം നമുക്ക് ഇത് റൺ ചെയ്യുമ്പോൾ മനസ്സിലാക്കും. അങ്ങനെ ക്ലാസ്സിൽ വന്ന് മാറ്റങ്ങൾ വന്ന് ഒരുപാട് ആളുകളുടെ അനുഭവങ്ങളുണ്ട് മാം. നമുക്ക് കുറേ ചെയ്ത വീഡിയോയിലുണ്ടാവും, നമുക്ക് പറഞ്ഞാൽ തീരാത്തത്ര അനുഭവങ്ങളുണ്ട് ഓരോരുത്തരുടെ ലൈഫിൽ. അപ്പോൾ അത് തീർച്ചയായിട്ടും അവർ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിൽ 100% വ്യത്യാസങ്ങളുണ്ടാവും. അപ്പം വയനാട് സുൽത്താൻ ബത്തേരിയാണ് താമസം. ഓക്കെ. അപ്പം ഈ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ അപ്പം എന്താ അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ച് ക്ലാസ് ആക്സസ് ബാസ് ഇപ്പോൾ ക്ലാസ് ഞാനിപ്പോൾ കേരളത്തിലുള്ള ശനി ഞായറുകളിലാണ് അധികവും ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് മാം. ഇപ്പോൾ ഹോട്ടലുകളിൽ വെച്ചിട്ടായിരിക്കും അതിൻ്റെ നമ്മളെ നമ്പർ വിളിച്ച് എല്ലാ ജില്ലകളിലും ഈവൻ പുറത്തൊക്കെ ആണെങ്കിലും പോയി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലും കുറച്ച് ആളുകളുണ്ട് ഇങ്ങനെയൊരു ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യണം എന്നുള്ളൊരു ഇത് വരുവാണ് നമ്മൾ പോയിട്ട് ക്ലാസ് കണ്ടക്ട് ചെയ്യും. കാരണം എല്ലാവരും ഈ ഒരു നമുക്ക് കിട്ടിയ ഈ ഒരു അറിവ്, ഈ ഒരു കോൺഷ്യസ്നസ് മറ്റുള്ളവരിലേക്കും കൂടി പകരുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയൊരു സന്തോഷം. ഞാൻ ആക്ച്വലി ഒരു ബിസിനസ്മാനാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആക്സസ് ബാസിൽ എത്തിപ്പെട്ടത്. പക്ഷേ ഒരു നിയോഗം പോലെ ഇന്നിപ്പോൾ ഞാനത് പഠിപ്പിക്കുന്ന തലത്തിലേക്ക് എത്തി. അതൊരു വലിയൊരു അനുഗ്രഹമാണ്, എനിക്ക് പ്രപഞ്ചം തന്ന വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഒരുപാട് വലിയ വലിയ ഗുരുക്കന്മാരിൽ നിന്നും കിട്ടിയ അറിവാണ് മുന്നോട്ട് നയിക്കുന്നത്. തീർച്ചയായിട്ടും ദിനേഷ് പി സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി ആക്സസ് ബാറിൽ അങ്ങനെ അനന്തമായ സാധ്യതകളോടൊപ്പം പോവുകയാണ്. അപ്പം ഒരുപാട് പേര് വിളിക്കട്ടെ താങ്കളെ. അപ്പം അവർക്ക് ഹീലിംഗ് വേണ്ടവർക്ക് അങ്ങനെയും ചെയ്തു കൊടുക്കാം. പിന്നെ ഈ പഠിക്കുന്നത് പിന്നെ ഈ പറഞ്ഞിട്ട് ഫെദർ ടച്ച് എന്ന് പറഞ്ഞു, അതുകൊണ്ട് അത് നേരിട്ടാണ് പഠിപ്പിക്കുന്നത് അല്ലേ? ഓഫ്ലൈനായിട്ടല്ല, ഡയറക്റ്റ് വന്ന് 1 ഡേ ക്ലാസ് ആണ്. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ പഠിച്ച് അവർ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാം. പിന്നെ ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ ഫോളോ അപ്പ് ഉണ്ട് വാട്സപ്പിൽ, അല്ല വെബിനാറുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പിന്നീട് ക്ലാസ് കണ്ടക്ട് എപ്പോഴും നമ്മൾ അവരുമായിട്ടൊരു ബന്ധം. ഇത് നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു ജേണിയിൽ, ഞാനിപ്പോൾ ഒരു ജേണിയിലാണ്, അതിൻ്റെ കൂടെ കൂട്ടുക എന്നുള്ളതാണ്. നമുക്ക് കിട്ടുന്ന അറിവുകളും സ്നേഹങ്ങളും എന്തൊക്കെ കാര്യങ്ങളുണ്ട് അത് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. ഇത് പകർന്നു കൊടുക്കുന്തോറാണ് നമ്മൾ അറിവ് വർദ്ധിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അപ്പോൾ ആ കിട്ടുന്നൊരു അനുഗ്രഹം, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഭൂമിയിൽ വന്നു ഈ സന്തോഷത്തോടെ ജീവിക്കുന്നതിന് കൂടെ മറ്റൊരാളെ ഒരുപാട് പേരെ സന്തോഷം എനിക്കിപ്പോൾ ആക്സസ് ബാസ് ചെയ്തു കൊടുക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും കാണാൻ പറ്റും. എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം അതാണ്. ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ട് നമ്മളോട് നന്ദി പറയുന്നു, ഓരോ കാര്യങ്ങൾ സാറേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ മാറ്റം ഉണ്ടായാൽ അത് കേൾക്കുമ്പോൾ കിട്ടുന്നൊരു ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതാണ്. ഞാൻ ഇടയ്ക്കൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ പറഞ്ഞാണ്, ഇപ്പം ഈ ഒരുപാട് ഒരു മദ്യത്തിനും മയക്കുമരുന്നിനുമായിട്ട് അടിമപ്പെട്ട് പോകുന്നുണ്ട്. അത് ആ മൊമെൻ്ററി ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അതിൽ പെട്ടു പോകുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ഹീലിങ്സ് അല്ലെങ്കിൽ കാര്യങ്ങൾ ടൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനന്തമായി അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസാനം വരെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഒരു ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കണ്ണാടിയുടെ മുമ്പിൽ ഒരു പൂച്ച കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ഒരു പുലിയെ അല്ലെങ്കിൽ ഒരു കടുവയെ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ഒരു എന്താ പറയുന്നത് ഒരു ഓൾമൈറ്റി ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ വേറെ ലെവലിലേക്ക് കാണുക. അപ്പം അങ്ങനെ കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിതത്തിൽ മുന്നേറാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മാം. അത് നമ്മളത് എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതാണ്. ഒരു മിററിൽ നോക്കുമ്പോൾ നമ്മളൊരു ഇൻഫിനിറ്റ് ബീയിങ് ആണ്, അത് എത്രത്തോളം നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളിടത്താണ് നമുക്ക് പറഞ്ഞ ഒരു വളരെയധികം എല്ലാവർക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് അത്രയും സാധ്യതകളും ഇതും ഉള്ളൊരു വ്യക്തിത്വങ്ങളാണ് നമ്മൾ ഓരോരുത്തർക്കും പലതരത്തിലുള്ള കഴിവുകളായിരിക്കും. പക്ഷേ ഇതിനെല്ലാം വളർത്താൻ ഈ ബാസ് ചെയ്യുമ്പോൾ നമുക്ക് കോൺഷ്യസ്നായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. മാം പറഞ്ഞു താൽക്കാലികമായിട്ടുള്ള ഇതിനു വേണ്ടിയിട്ട് മദ്യവും അല്ലെങ്കിൽ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാകും. പക്ഷേ നമുക്കറിയാതെ അതാണ് ഞാൻ പറയുന്നത്. അത് ജസ്റ്റ് ഒരു അറിവ് എല്ലാവർക്കും അറിയാം. മദ്യം കഴിക്കുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന ഒരാൾക്കോ അറിയാം ശരീരത്തിന് കേടാണ് എന്നുള്ളത് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ അറിവുണ്ടായിട്ട് കാര്യമില്ല, നമുക്കൊരു തിരിച്ചറിവ് വേണം. തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇത് കോൺഷ്യസ്നെസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് അല്ലാതെ തന്നെ ശരീരത്തിൽ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്കുള്ള ശരിയായ ആനന്ദം നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ കിട്ടുമ്പോൾ നമ്മളിങ്ങനത്തെ ഈ ചെറിയ താൽക്കാലികമായിട്ട് ഇതിലേക്ക് നമ്മൾ അടിമപ്പെട്ടു പോവില്ല. അതെ, ഒരു വ്യക്തി എന്നുള്ള ഒരു ആത്മാവിൻ്റെ ഒരു യാത്ര, ഒരു ജേർണിയാണ്. അപ്പോൾ അതിന് ശക്തി പകരുക എന്നുള്ളതാണ് നമ്മൾ ഇത്തരം ടൂൾസ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ ഇത് പഠിക്കണം, ആക്സസ് ബാർ പഠിക്കണം താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഹീലിംഗ് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും സാറിനെ കോൺടാക്ട് ചെയ്യുക. വയനാടാണ് സാറിൻ്റെ സ്ഥലം. അപ്പോൾ വീഡിയോ നിർത്താമല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. ഓക്കെ, നന്ദി, നമസ്കാരം. അഞ്ജന വ്ളോഗ്സിലെ എല്ലാ വ്യൂവേഴ്സിനും അലക്സ് ചായനും മാമിനും ഒരുപാട് നന്ദി. എനിക്ക് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ എത്താനും ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞതിന് സർവേശ്വരനോട് നന്ദി പറയുന്നു. താങ്ക് യു. എല്ലാവരുടെ ജീവിതത്തിലും താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്.